space thing D H H A A D T space that M D T D T ഞാൻ മഞ്ജിമ മോഹനാണേ. നിന്റെ കൂടെ 10th പഠിച്ചേ ഓർമ്മയില്ലേ? ഇല്ല. ഇത് സുമിയല്ലേ? ഇത് സുമിയല്ല, എൻ്റെ പേര് അശോക് എന്നാണ്. നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്നാ തോന്നുന്നു. നമ്പർ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വിളിച്ചോളൂ. സോറി, ആള് മാറിപ്പോയതാ, ക്ഷമിക്കണം. കുഴപ്പമില്ല, വയ്ക്കുവാണേ. I I D A ഇന്ന് രാവിലെ ഒരു റോങ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഫോണിലേക്ക്? ആ അതെ, ഒരു മഞ്ജിമ മോഹൻ. ഇയാൾക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. ഇന്നാകെ എനിക്കൊരു റോങ് നമ്പറേ വന്നുള്ളൂ. ആള് തന്നെ എനിക്ക് പേരൊക്കെ പറഞ്ഞു തന്നു. അയാള് തന്നെയാ ഇയാളും. എന്തായി, സുമിനെ കിട്ടിയോ? ആ കിട്ടി. ആ പറഞ്ഞോളൂ മഞ്ജിമ, എന്തിനാ എന്നെ വിളിച്ചേ? എനിക്ക് തൻ്റെ ശബ്ദം ഒത്തിരി ഇഷ്ടമായി. ഞാൻ വിളിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന് മുന്നേ താനൊന്ന് ആദ്യം കാണണം. എപ്പോ, എവിടെ വെച്ച്? എത്രയും പെട്ടെന്ന്, പറ്റുമെങ്കിൽ നാളെ തന്നെ. നീ എന്ത് ഇന്റർവ്യൂവിന് പോണാ? എടാ ഇതൊന്നും ഇട്ടുണ്ടോ പെമ്പിളർക്ക് ഇഷ്ടാവൂല. ഇതിട്ടോണ്ട് പോ. ഏത് ഇതാ? ഇങ്ങേര് നിനക്കെടുത്തതിന് ഇങ്ങയുടെ പ്രായക്കുള്ള ഡ്രസ്സാണ്, ഇതിട്ടോ. വേഷത്തിലേക്ക് എന്തിരിക്കുന്നതാ, നമ്മൾ പരസ്പരം മനസ്സുകൾ കൈമാറിക്കഴിഞ്ഞു. ഏത്? ഇന്നലെ വിളിച്ച 2 ഫോൺ കോൾ വഴിയാ? എങ്കിൽ പിന്നെ ഇയാൾ ഇത്രയും കെട്ടിയൊരുങ്ങി പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് അറിയാൻ വിളിച്ചാ? എങ്കിൽ പിന്നെ പാൻറ്റുകളൊന്ന് മാറ്റിട്ട് പോചട്ടാ. ഓ, അവ ഇനി പാൻറ് ഒഴിച്ചിട്ട് അവളടുത്ത് മൂളിയായിട്ടങ്ങ് പോവും. എവിടാ? താനെത്തിയോ? ആ ഞാൻ എത്തിയല്ലോ. ഞാൻ പാർക്കിനുള്ളിൽ എത്തി. താൻ എവിടെ ഇരിക്കുന്നേ? ഇവിടെ കുറെ കോൺക്രീറ്റ് കുടകളുണ്ട്, അതിന്റെ കീഴിലൊന്നിലിരിക്കുക. ചേട്ടാ എവിടെയാണോ ഈ കോൺക്രീറ്റ് കുടകളുള്ളത്? ഇവിടെ കേട്ടോ. എന്താ കൊണ്ടുവിടണോ? ഹലോ. നിങ്ങൾക്കൊക്കെ ഒരാളോട് അട്രാക്ഷൻ ഉണ്ടായാൽ കണ്ണുണ്ടാവില്ല ആദ്യം പ്രകടിപ്പിക്കുക. അപ്പം ഞങ്ങളോ? എനിക്കുണ്ടായതുപോലെ റോങ് നമ്പറുകളിലൂടെ ചിലരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാവില്ലേ? മെസ്സേജ് ചാറ്റിങ്ങിലൂടെ പ്രേമിച്ചിട്ടുണ്ടാവില്ലേ?
കാണുന്നതിനൊക്കെ മുമ്പല്ലേ അവരോടുള്ള ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? അവരുടെ ശബ്ദം, മെസ്സേജ് ഇവയോടൊക്കെ അല്ലേ ഇഷ്ടമുണ്ടാവുക? അല്ലാണ്ട് കാണാത്തവരുടെ രൂപത്തിനോടല്ലല്ലോ. ശബ്ദം, ഗന്ധം, സ്പർശനം എന്നിവയിലൂടെയൊക്കെയാണ് എനിക്കൊരു സ്ത്രീയോട് അട്രാക്ഷൻ ഉണ്ടാവുക. പക്ഷേ ദുഷ്ടനായ എൻ്റെ ബ്രെയിൻ മനസ്സിലുണ്ടായ ഇഷ്ടം ഒരു പെൺകുട്ടികളോടും തുറന്നു പറയാൻ അനുവദിച്ചിട്ടില്ല. ആ എന്നോടാണ് ഇവിടെ എവിടെയോ നിന്ന് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മഞ്ജിമ മോഹിപ്പിച്ചത്. മഞ്ജിമ എങ്ങനെ തെറ്റി പറയാ? ശരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞാൻ ഇന്നെൻ്റെ നേരിൽ കാണണമെന്ന് പറഞ്ഞതും? മിനിറ്റുകൾ മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ഞാൻ ഒരുപാട് മോഹിച്ചു.
മധു, നിന്റെ നമ്പർ എനിക്കൊന്ന് തരണേ. എന്താ? ഫോണിൽ സേവ് ചെയ്താൽ പോരെ? വേണ്ട വേണ്ട, മനസ്സിലായി. എനിക്കാണെങ്കിൽ കണ്ണും കണ്ടുകൂടാ, നിനക്കാണെങ്കിൽ സംസാരിക്കാനും കഴിയില്ല. പിന്നെ നമ്പർ മേടിച്ചിട്ട് എന്ത് ചെയ്യാനെന്നല്ലേ? നീ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഞാനത് സ്ക്രീൻ റീഡർ വഴി കേട്ടിട്ട് വോയിസ് അയക്കാം, ടെക്സ്റ്റും ചെയ്യും. റെയിലി റൈറ്റിംഗ് പഠിച്ച നിനക്ക് ഇതിൻ്റെ സാധ്യതകളെ പറ്റി നേരത്തെ അറിയായിരുന്നെങ്കിൽ ഇതിലും ഈസി ആയിട്ട് നേരത്തെ എന്നെ പ്രപ്പോസ് ചെയ്യാമായിരുന്നു.